ഞാൻ ഇതുവരെ ഒരു പ്രോപ്പർ കുനാഫ കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് ബബിൾ ടീ കുടിക്കാൻ ഭയങ്കര ക്രേവിങ്. ഉച്ചയായപ്പോഴത്തേന് എനിക്ക് വാഫിൾസ് കഴിക്കാൻ തോന്നി. അങ്ങനെ എല്ലാം കൂടി ഭയങ്കര സ്വീറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ക്രേവിങ് ആയപ്പോൾ ഞങ്ങൾ ഗൂഗിൾ നോക്കി തപ്പി പിടിച്ചതാണ് കേട്ടോ ഇതെല്ലാം കിട്ടുന്നൊരു ഷോപ്പ്. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ക്രേവിങ് തോന്നുന്നതൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. ഫസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത് മിനി വാഫിൾസ് ആയിരുന്നേ. ഞാൻ ഇവരുടെ പ്രീമിയം ബോക്സ് ആണ് ഓർഡർ ചെയ്തത്. ഇതിനകത്ത് 4 ഫ്ലേവറിലുള്ള മിനി വാഫിൾസ് ആണുള്ളത്. ബ്ലൂബെറി ചീസ് കേക്ക്, ബിസ്കോഫ് ചീസ് കേക്ക്, മിൽക്ക് ചോക്ലേറ്റ് വാഫിൾസ് ആൻഡ് കിറ്റ്കാറ്റ് ക്രഞ്ച്. ഈ 4 ഫ്ലേവേഴ്സ് ആണ് തരേണ്ടത്. പക്ഷേ അവർ കിറ്റ്കാറ്റ് ക്രഞ്ചിന് പകരം റെഡ് വെൽവെറ്റിന്റെ ഫ്ലേവർ ആണ് കേട്ടോ വെച്ചത്. ഫസ്റ്റ് ഞാൻ ഈ ട്രൈ ചെയ്ത് നോക്കുന്നില്ല, അത് റെഡ് വെൽവെറ്റ് ഫ്ലേവർ ആണ്. കഴിച്ച് നോക്കിയപ്പോഴത്തേനും എനിക്ക് റെഡ് വെൽവെറ്റ് ഫ്ലേവർ ആണെന്നാണ് തോന്നിയത്. പക്ഷേ 100% എനിക്ക് ഷുവർ അല്ല കേട്ടോ. എനിക്ക് എന്താണെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഈ കൂട്ടത്തിൽ ഇതാ. ഞാൻ അവൾക്ക് പോലും കൊടുക്കാണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു, ഇടി അടുത്തത് ട്രൈ ചെയ്ത് നോക്കി, ഇത് മാത്രം കഴിച്ചാൽ വയറ് നിറയുമെന്ന്. അവസാനം നമ്മളിതെല്ലാം വീഡിയോസൊക്കെ എടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് ഞാനിത് അവൾക്ക് കൊടുത്തില്ല, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ എന്നോട് പിണങ്ങി. എന്നിട്ട് ഞാൻ വീണ്ടും ഇതാ കഴിക്കുക എന്ന് പറഞ്ഞ് നീട്ടിയിട്ട് പോലും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കും. അങ്ങനെ ഞാൻ നല്ലോണം നിർബന്ധിച്ചപ്പോഴത്തേനും ഒരു ബൈറ്റ് എടുത്തോട്ടോ. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അത് മേ ബി എൻ്റെ അടുത്തുള്ള ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും. അടുത്ത് ഞാൻ കഴിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് വാഫിലാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഹേസൽനട്ടിൻ്റെ ഫ്ലേവർ നല്ലോണം വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ന്യൂട്ടലിലൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെ. അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന്. കാരണം ആദ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതും ശരിക്കും കിറ്റ്കാറ്റ് ക്രഞ്ച് അല്ലേ വരേണ്ടത്. പക്ഷേ അത് അവർക്ക് മിസ്റ്റേക്ക് പറ്റി. മേ ബി ഇതും മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ലതായിരുന്നു. പിന്നെ ഞാൻ ബ്ലൂബെറി ചീസ് കേക്ക് ട്രൈ ചെയ്ത് നോക്കി. അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവർ ക്രീം ചീസിൻ്റെ ഒരു ഫില്ലിംഗ് ഉള്ളത് കാരണം വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഫ്ലേവർ ഇതായിരുന്നു. ഈ വാഫിൾസിന് ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നി. പിന്നെ ലാസ്റ്റായിട്ട് ബിസ്കോഫ് ചീസ് കേക്കാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ഞാൻ ആദ്യമായിട്ടാണ് ബിസ്കോഫിൻ്റെ ഫ്ലേവറിലുള്ള വാഫിൾസ് കഴിക്കുന്നത്. അതേ കണക്ക് ഈ ക്രീം ചീസ് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വരുന്ന വാഫിൾസ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്കത് ഇഷ്ടമുണ്ട്. പൊതുവെ എനിക്ക് ബിസ്കോഫ് ഫ്ലേവറിലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെയാണ് എൻ്റെ ക്രേവിങ് ആയിട്ടുള്ള ബബിൾ ടീ ഞാൻ കുടിച്ചത്. ടാരോ ക്രീം ചീസ് എന്ന് പറഞ്ഞ ഫ്ലേവറാണ് കേട്ടോ. ടാരോ ഫ്ലേവർ എനിക്ക് എന്താണേലും ഭയങ്കര ഇഷ്ടമാണ്. ഈ ബബിൾ ടീയിൽ ക്രഷ്ഡ് ഓറിയയും പിന്നെ ക്രീം ചീസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്രഷ്ഡ് ഓറിയൻ്റെ ഫ്ലേവറും ക്രീം ചീസിൻ്റെയും ഫ്ലേവറും കൂടെയൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു ബബിൾ ടീ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു കുനാഫ കൊണ്ടുവന്നു, ഹേസൽനട്ട് കുനാഫ. എനിക്കതിൻ്റെ ലുക്ക് നല്ലോണം ഇഷ്ടമായി. ഞാൻ മുമ്പ് കുനാഫ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഉഡായിപ്പ് കുനാഫയാണ് കേട്ടോ, ഒരു ഹോം ബേക്കർ ഉണ്ടാക്കുന്നത്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ തൊണ്ടയിൽ കുടുങ്ങുന്ന കണക്കൊരു ഫീലൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ചോക്ലേറ്റിൻ്റെ പോർഷൻ മാറ്റിയിട്ട് ഞാൻ വെറുതെ അല്ലാണ്ട് കഴിച്ചപ്പോഴാണ് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ ഞാനൊരു മാച്ച ബബിൾ ടീ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഒട്ടും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമായില്ല. ഞാനിത് വീട്ടിലോട്ടും കൊണ്ടുപോയി. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റിയില്ല. ഇത്രയും മധുരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മത്തടിച്ചിട്ടാട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോയത്. പിന്നെ ഇതെല്ലാം നമ്മുടെ ഫ്രണ്ടിൽ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അറിയാം അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്താണ്. അവിടുത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി കേട്ടോ ഞാൻ. നല്ല ബ്രാൻഡിൻ്റെ അവർ ഉപയോഗിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നതുവേ. അപ്പോൾ ആലപ്പുഴക്കാർക്ക് പാൻ കേക്കോ വാഫിൾസോ കുനാഫയോ ബബിൾ ടീ ഒക്കെ കുടിക്കണമെങ്കിൽ ബെബിറ്റോസ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ.